ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എനിക്കറിയാം പരസ്യം കണ്ടായിരിക്കാം നിങ്ങൾ എത്തിയിരിക്കാം. നിങ്ങളിപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് മലയാളികളായിരിക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം, അതിനുവേണ്ടി വന്നിട്ടുള്ള ശ്രദ്ധിക്കുക. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നതിന് ശേഷം കാര്യങ്ങൾ നിങ്ങൾ വിലയിരുത്താൻ ശ്രമിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ വന്നിട്ട് എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്കും രാത്രി 8 മണിക്കും ഓരോ ബാച്ചുകളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ തികച്ചും ഇൻ്റർനാഷണൽ ആപ്പുകൾ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആപ്പാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇൻ്റർനാഷണൽ ടൈം സോൺ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ആപ്പാണ്. അതായത് ഇന്ത്യയിൽ രാവിലെ 7 മണിക്ക് ലൈവ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ അവിടുത്തെ രാവിലെ 7 മണിക്ക് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ രാവിലെ 7 മണിക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ അമേരിക്കയിൽ അവിടുത്തെ രാവിലെ 7 മണിക്ക് വർക്ക് ചെയ്യും. അതായത് അങ്ങനെ ഒരേ സമയത്ത് ഇൻ്റർനാഷണൽ ടൈം സോൺ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ആപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും എത്തിയിട്ടുള്ളത് ഈ തടി കൂടുക എന്നത് നമ്മുടെ പ്രശ്നം. എല്ലാവരും പ്രശ്നം തടി കൂടുക. മിക്ക ആളുകൾക്കും വയറ് കൂടുതലായിരിക്കാം. ജെൻസിനാണെങ്കിൽ വയറ് കൂടുതൽ, ലേഡീസിനും വയറ് കൂടുതലായിരിക്കാം. ലേഡീസിന് ചിലപ്പോൾ ബോഡി ഷേപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ലേഡീസിന് കുറച്ച് ബാക്ക് കൂടുതലുണ്ടായിരിക്കാം. പല പ്രശ്നങ്ങളുണ്ടായ ആളുകൾ. മെയിൻ പ്രശ്നം എന്താ? തടി കൂടുക. അപ്പോൾ തടി കുറക്കണം എന്നുള്ള കൺസെപ്റ്റിലേക്കാണുള്ളത്. നമ്മൾ തടി കൂടാനുള്ള പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ രീതി. മലയാളിയുടെ ഭക്ഷണ രീതി 5 നേരം ഭക്ഷണം കഴിക്കുന്നത്. പൊതുവെ രാവിലെ കഴിക്കുന്ന ആളുകളുണ്ട്, 10 മണിക്ക് കഴിക്കുന്ന ആളുകളുണ്ട്, ഉച്ചക്ക്, വൈകുന്നേരം സ്നാക്സ്, ചായ, രാത്രി ഫുഡ്, ഇങ്ങനെ ശരാശരി 4-5 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ ഓവർ ഫുഡിങ് ആണ് നമ്മുടെ ഈ പൊണത്തടിയിലെ പ്രധാന കാരണം. മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരൻ്റെ അളവ്. പഞ്ചസാര ഡയറക്റ്റ് ഒരു ദിവസം 2-3 ചായ കഴിക്കുന്ന ആളുകളുണ്ട്. കൂടാതെ ഈ ബേക്കറി വസ്തുക്കൾ, ടിന്നിലടച്ച ജ്യൂസുകൾ, സെവനപ്പ്, കൊക്കക്കോള വസ്തു, അങ്ങനത്തെ തുടങ്ങിയുള്ള പഞ്ചസാരയുടെ ഉപയോഗം അമിതമാണ്. അപ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന അമിത ഭക്ഷണം, അത് പ്രത്യേകിച്ച് അരി ഭക്ഷണം, അരിയും ഉൽപ്പന്നങ്ങളും, അതുപോലെ തന്നെ പഞ്ചസാര, ഈ 2 കാര്യങ്ങളും ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും. അതിനെ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായിട്ടും നമ്മൾ ട്രെയിനിങ് നൽകുക. പിന്നെ ഈ സ്ത്രീകളാണെങ്കിലുള്ളത് പ്രസവാനന്തര ഭക്ഷണ രീതി. ഇപ്പോൾ വളരെ സ്ലിമ്മായിട്ട് പല സ്ത്രീകളും പ്രസവിച്ച് കിടന്ന് ഒരു 2-3 മാസത്തെ പ്രസവാനന്തര ഭക്ഷണ രീതിയിലൂടെ പൊണ്ണത്തടിയിലേക്ക് മാറുന്നുണ്ട്. പുരുഷന്മാരാണെങ്കിൽ ഏകദേശം ഒരു 30-35 ജീവിതത്തിൽ വലിയ പ്രാരാബ്ദത്തിൻ്റെ ആ ഘട്ടത്തിൽ വരുന്ന സമയത്താണ് ഇരുന്ന ജോലി ചെയ്യുന്ന ആളുകൾ, കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾ, കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾ പെട്ടെന്ന് പൊണ്ണത്തടിയിലേക്ക് മാറാറുണ്ട്, വയറ് ചാടാറുണ്ട്. ഇതേ രീതിയിലാണ് വരാറുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ലേഡീസിനൊക്കെ ഏകദേശം ധാരണ പറഞ്ഞു, പുരുഷന്മാരെ ധാരണവും പറഞ്ഞു. എന്നിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര തടി കൂടിയാലും ഒന്ന് ശാസ്ത്രീയമായിട്ട് ഒന്ന് ഭക്ഷണം നിയന്ത്രിച്ച് ഒരു ദിവസം അരമണിക്കൂർ നല്ല രീതിയിൽ വ്യായാമം ചെയ്യാൻ റെഡിയാണെങ്കിൽ 100% മെലിയിക്കാൻ പറ്റും. 100%. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, പൊതുവെ ധാരണ സമയമില്ല എന്ന കൺസെപ്റ്റ്. പൊതുവെ ജെൻസാണ്, ലേഡീസിന് സമയമില്ല. ഒന്നുണ്ട്, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി ഒരു ദിവസം അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചേ പറ്റൂ. കാരണം ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ നിങ്ങൾക്കറിയോ? ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ? അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസ് ആണോ, ബിൽഡിംഗ് ആണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനമാണോ, എസ്റ്റേറ്റ് ആണോ? അല്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യമാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലുള്ള ബാക്കിയുള്ള നമ്മുടെ സമ്പത്തുകളെല്ലാം അനുഭവിക്കാൻ പറ്റൂ. അപ്പോൾ കേൾക്കുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലേഡീസാണ്, ജെൻസാണ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിലെല്ലാം നേടും, അവസാന ഘട്ടമാകുമ്പോൾ നമുക്ക് രോഗങ്ങളും പ്രശ്നങ്ങളും പല കാര്യങ്ങളായിരിക്കും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ എക്സസൈസിൻ്റെ പ്രത്യേകത വളരെ സിമ്പിളാണ്. ഒരു ദിവസം അരമണിക്കൂർ എക്സസൈസ് ചെയ്താൽ മതി. ആഴ്ചയിൽ 5 ദിവസം ചെയ്താൽ മതി. 2 ദിവസം റെസ്റ്റ് എടുക്കാൻ. നമ്മുടെ കമ്മ്യൂണിറ്റി സിസ്റ്റം 3 ദിവസം ചെയ്യുക, ഒരു ദിവസം റെസ്റ്റ്, 3 ദിവസം ചെയ്യുക, ഒരു ദിവസം റെസ്റ്റ്, അങ്ങനെ ചെയ്യാറില്ല. ക്ലാസ്സുകളൊന്നും നടക്കുന്നുണ്ട്. ക്ലാസ്സിലൊന്നും രാവിലെയും രാത്രി ഒരു ഡെയിലി 2 ബാച്ച് നടക്കുന്നുണ്ട്. സൗകര്യം പോലെ ഓരോരുത്തർക്കും പങ്കെടുക്കാം. ഞാൻ പറയുന്നത് ഇതിൻ്റെ രീതികൾ ഉള്ളത്, ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് പങ്കെടുക്കുക. ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് ഒരു ആഴ്ചയിൽ 2.5 മണിക്കൂർ പങ്കെടുത്താൽ മതി. അതായത് ആഴ്ചയിൽ 5 ദിവസം അരമണിക്കൂർ ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വേണ്ടവർക്ക് എന്ത് ചെയ്യുക, ഈ കൂടുതൽ സമയം എടുക്കുന്നവർക്ക് രാവിലത്തെ ബാച്ചും വൈകുന്നേരത്തെ ബാച്ചും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നതുള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മിക്ക ആളുകൾക്കുള്ള പ്രശ്നം ഡ്രസ്സിങ്ങിൻ്റെ കോൺഫിഡൻസ് പ്രശ്നമായിരിക്കും. ലേഡീസിനും ജെൻസാണെങ്കിലും ഡ്രസ് ചുരിദാറോ സാരി എടുത്ത കൃത്യമായ ഷേപ്പിലേക്ക് വരില്ല. ജെൻസാണെങ്കിൽ ഇൻസൈഡ് ഷേപ്പിലേക്ക് വരില്ല. ഇതിന് കൃത്യമായിട്ടൊരു നല്ല നമ്മൾ സിസ്റ്റത്തിൽ പറയുന്നത് പോലെ നമ്മൾ കൃത്യം ഫുഡിൻ്റെ ഐഡിയകൾ പറഞ്ഞു തരും, എക്സസൈസിൻ്റെ ഐഡിയകൾ പറഞ്ഞു തരും. അപ്പോൾ ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഒരു 2-3 മാസം കൃത്യമായിട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ നല്ല റിസൾട്ട് വരും. ഒരു 2-3 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടായി നല്ല രീതിയിൽ ഡ്രസ്സ് ഇടാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങും. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്,
നമുക്കൊരു യങ് മൈൻഡ് സെറ്റ് ജീവിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. യങ് മൈൻഡ് സെറ്റ് നമ്മൾ എപ്പോഴും ഒരു ചെറുപ്പക്കാരൻ്റെ പോലെ ഒരു ചെറുപ്പക്കാരിയെ പോലെ ജീവിക്കേണ്ടതുണ്ട്. നമുക്ക് 35, 45, 55, 60 എത്ര വയസ്സായിക്കോട്ടെ എപ്പോഴും യങ് മൈൻഡ് സെറ്റിൽ ജീവിക്കുക. എനിക്ക് വയസ്സായിട്ടില്ല, ഞാൻ യങ് ആണ്, എനിക്ക് വയസ്സായിട്ടില്ല, ഞാൻ യങ് ആണ്, ആ മാനസികാവസ്ഥയിൽ ജീവിക്കുക. എനിക്ക് കഴിയും, എനിക്ക് എന്തെങ്കിലും കഴിയും, അങ്ങനത്തെ ഒരു പ്രത്യേക പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ജീവിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം ഒരു ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് 500ഓളം പേര് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇതിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ഇതിന് പഠിച്ചതിന് ശേഷം താല്പര്യമുള്ള എന്ത് ചെയ്യുക, താഴെ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് എത്തി നിങ്ങൾക്ക് അറിയാം. പേയ്മെൻറ്റ് അറിഞ്ഞ തിരിച്ചും നിങ്ങൾ എന്ത് ചെയ്യും, ഓഫീസിൽ തിരിച്ചു വിളിക്കും. നിങ്ങളെ കൃത്യമായിട്ട് ക്ലാസ് ജോയിൻ ചെയ്യിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നതായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കൃത്യസമയത്ത് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം നമ്മുടെ ശരീരം കുറച്ച് ഡാമേജ് ആണ്, എക്സസൈസ് ചെയ്യണം, തീരുമാനങ്ങൾ എടുക്കുക. തീരുമാനങ്ങളെ എടുക്കുക, ഇപ്പോൾ ഈ നിമിഷം മുതൽ തീരുമാനം എടുത്ത് പോകണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ട്, എല്ലാ പ്രശ്നം കഴിഞ്ഞിട്ടൊന്നും എക്സസൈസ് ചെയ്യാൻ കൂടില്ല. മറ്റെന്ത് ചെയ്യും, നമ്മൾ കൃത്യസമയത്ത് തീരുമാനം എടുത്തില്ലെങ്കിൽ നമുക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നം വീണ്ടും എന്ത് ചെയ്യുക, കൂടുതലാതെ ഒരിക്കലും കുറയാൻ പോകുന്നില്ല. അപ്പം കൃത്യസമയത്ത് തീരുമാനങ്ങൾ എടുക്കുക. എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുക, എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നേരിൽ ക്ലാസ്സിൽ കാണാം.